അതെ, എൻ്റെ ഫസ്റ്റ് സംശയം തന്നെ ചോദിക്കട്ടെ. ഈ 7:30 ശനി എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് 7:30 ശനിയാണെന്നൊക്കെ വീട്ടിൽ അമ്മമ്മയൊക്കെ വിളിക്കുമ്പോൾ പറയും. അപ്പോൾ ഈ 7:30 ശനി മാറ്റാൻ വേണ്ടി എന്താ ചെയ്യുക? ദോഷായ പ്രതിക്രിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദോഷം എന്ന് പറയുന്നത് എവിടെയോ ഇരിക്കുന്ന ഒന്നല്ല. പനിയുടെ പരിഹാരം എന്താണ്? പാരസെറ്റമോളാണ് ഇന്ന്. ശരിയല്ലേ? അതെ. അപ്പോഴും അവിടെ മറ്റൊരു സംശയം നിൽക്കുന്നുണ്ടല്ലോ. അതായത് ഇപ്പം ഈ ലോകത്ത് എത്രയോ മനുഷ്യരുണ്ട്. ഈ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ലേ ജ്യോതിഷമുള്ളൂ. ഈ വിദേശത്തൊക്കെ എത്രയോ പേര് ജീവിക്കുന്നു. അവർക്ക് ഈ 7:30 ശനിയും 8:30 ശനിയും 6:30 ശനിയും വിദേശത്താണ് ഇദ്ദേഹം. അതാണ് ചോദിക്കുന്നത്. അപ്പൊ വിദേശത്തുള്ളവർക്കാണ് ഇപ്പോൾ അവരുടെ അവരുടെ അവസ്ഥ അറിയാൻ കൂടുതൽ താല്പര്യം. വിദേശത്തുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് അവർ ഈ 7:30 ശനി 6:30 ശനി ശുക്രൻ അതൊക്കെ നോക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒരു വലിയ ടോപ്പിക്കാണ്. എന്തായാലും നമുക്ക് സമയം പരിമിതിയുണ്ട്. എന്തായാലും ഒരു കാര്യം, നമ്മളിവിടെ കർണാടക സംഗീതമുണ്ട്, കഥകളി സംഗീതമുണ്ട്. ആസ്വദിക്കുന്നുണ്ടോ? ആസ്വദിക്കുന്നുണ്ട്. ബ്രസീലിൽ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും. കാര്യത്തിലേക്ക് വരാം. ഇത് ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് ഈ വെള്ളക്കാരെ കമ്പയർ ചെയ്യണത് ഇനിയും നിർത്തിയിട്ടില്ല നമ്മൾ. കാരണം നമ്മൾ ആ ഒരു ട്രെൻഡിലേക്ക് കൊണ്ടെത്തിച്ചു. നമ്മുടെ മനസ്സെല്ലാം അവിടെ ആണല്ലോ. ഇവിടെ ഒരു ശരീരം മാത്രമല്ലേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പ്രാരബ്ധ കർമ്മ, അവനവൻ്റെ പ്രാരബ്ധ കർമ്മത്തെ അറിയുവാനായിട്ട് ശ്രമിച്ച ഒരു രാജ്യമാണ് ഭാരതം. അവനവൻ്റെ പ്രാരബ്ധ കർമ്മം. കാരണം നമുക്ക് പുനരഭി ജനനം പുനരഭി മരണമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ അതിലേക്ക് ചിന്തിക്കുമ്പോൾ ഇതിനൊരു സ്റ്റോപ്പ് വേണം. വേർ ആം ഐ എന്നുള്ള ഒരു ചോദ്യം, ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇതിലേക്കൊക്കെ കാരണം. ആക്ച്വലി പാശ്ചാത്യൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവന് ഈ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. അവൻ്റെ കോൺസെപ്റ്റ് 10-15 വരും, കുഴപ്പമില്ല. കാരണം നമുക്ക് കാലമുണ്ട്, ഒരുപാടുണ്ട്. പതുക്കെ പോവുള്ളൂ അല്ലേ? അതങ്ങനെ ട്രെയിനായി. അപ്പോൾ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഒരുപാട് പേർ ജ്യോതിഷത്തിലുണ്ട് കേട്ടോ. തീർച്ചയായും. അപ്പോൾ ഇവിടെ അവരും നോക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. നമ്മൾ വിചാരിക്കുന്നു നോക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ യാത്രയെല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ആസ്ട്രോളജി ഉണ്ട്, ഇല്ല എന്നല്ല. പെർസെപ്ഷൻ വേറെയാണ്. നമ്മൾ ആക്ച്വലി റിച്ചാണ്. നമ്മളിലേക്ക് അഭിമാനിക്കാം. കേരളം പോലെ വേറെ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശാസ്ത്രവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ വീട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി. ശർമാജി, എന്ത് പാപത്തിന് എന്ത് ദോഷത്തിനും അല്ലേ ഒരു പരിഹാരമുണ്ട്, പരിഹാരക്രിയയുണ്ട് അല്ലേ? അപ്പോൾ ഈ പരിഹാരക്രിയ ഏത് രീതിയിൽ നടത്തണം എന്നുള്ളതിനാണ് ചെറിയ തർക്കം വരുന്നത്. ചിലർ വലിയ രീതിയിൽ ചിലവാക്കി നടത്തണം എന്ന് പറയും, ചിലർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവസാനിപ്പിക്കാം എന്ന് പറയും അല്ലേ? ശരി, അതിലേക്ക് ഒരു ചെറിയൊരു വീക്ഷണമാണ്. നമുക്ക് എല്ലാവർക്കും ബൈപ്പാസ് സർജറി ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാതെ നോക്കാമല്ലോ. അപ്പോൾ ആരോഗ്യം എങ്ങനെയാണ്? നല്ല ശീലം. അപ്പോൾ സത്പ്രവൃത്തി, ധാർമ്മിക കാര്യങ്ങൾ, ധർമ്മം വിട്ട് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക. അറിഞ്ഞ് ഒരു ദ്രോഹം ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ദോഷങ്ങൾ താനേ കുറയുകയാണ്. ശരിയല്ലേ? അപ്പോൾ നല്ല ആരോഗ്യത്തിനായിട്ട് ശ്രമിക്കാതെ ഇന്ന് ഹോസ്പിറ്റലിൽ പറയാണ് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരൂ, ഹാർട്ട് മാറ്റാൻ എൻ്റെ അടുത്ത് വരൂ. ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ശീലമാണ് നമ്മളിലേക്ക് നാം നോക്കേണ്ടത്. ഇന്നുള്ള ജനറേഷൻ, ഇനിയുള്ള ജനറേഷന് ഈ ശീലമില്ലാതെയായി. ഈ ശീലം എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് കുറച്ച് നേരം നാമം ജപിക്കുന്നു, സത്പ്രവൃത്തി ചെയ്യുന്നു, അച്ഛനും അമ്മയും നമസ്കരിക്കാൻ പറയുന്നു, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്നൊക്കെ പറയുന്നില്ല. ഇതൊക്കെ മഹത് വാക്യമാണ്. അതിനെ ഉൾക്കൊണ്ട് ചെറുപ്പം മുതൽക്കേ ഒരു ട്രെയിനിങ് ആണ്, ഒരു ശീലമാണ്. നമുക്ക് ഏവർക്കും വേണ്ടത് ശീലം, ഒരു കൺസിസ്റ്റൻസി, ഒരു ഹാബിറ്റാണ്. അതാണ് നമ്മുടെ ആചാരം എന്ന് പറയുന്നത്. ഇന്ന് ആചാരം എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് എവിടെയോ ഇരിക്കുന്ന എന്തോ ഒരു പഴഞ്ചൻ സാധനമായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. ഇന്നിപ്പോൾ ജനം ടി വിയിൽ ഒരു SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അത് തന്നെയാണ് ആചാരം എന്നുള്ള വാക്ക്. അതല്ലേ? കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരു വിഷയം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് പേർക്ക് മനസ്സ് ദുർബലമായി പോവുകയാണ്. ഇന്നത്തെ കാലം എന്തെങ്കിലും ഒന്ന് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മനസ്സ് നൊന്ത് അവർ ആത്മഹത്യ അവിടെ വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം നീങ്ങി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. കാരണം ഗുണദോഷ സമ്മിശ്രമാണ്. മനസ്സ് ദുർബലമായി കഴിഞ്ഞു. അപ്പോൾ പല പ്രവൃത്തിയിലേക്കും പോവുകയാണ്. അതാണ് നാം ഇന്ന് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നല്ല ശീലം ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ കുറഞ്ഞു നിൽക്കും. ഒറ്റ ചോദ്യം കൂടി, അത് ഒരു മെസ്സേജ് വന്നതാണ്. അതായത് ശർമാജിയോട് ചോദിക്കാൻ, ഇപ്പോൾ നമ്മൾ നക്ഷത്രത്തിൽ ബർത്ത്ഡേ, നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്നു അല്ലേ? ജനിച്ച ദിവസം അതോ ഡേറ്റ് ഓഫ് ബർത്തിലാണോ? തീർച്ചയായിട്ടും.
അപ്പോൾ ഇതൊരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഫോളോ ചെയ്ത് വരുന്നത് ഗ്രിഗറി കാലണ്ടർ ആണല്ലോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ഇപ്പം എന്നാണ് ജനിച്ചത് താങ്കൾ? ഏപ്രിൽ 16. ഏപ്രിൽ 16. നാളെയാണ് ബർത്ത്ഡേ. ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. എന്തായാലും അപ്പോൾ 16 ഏപ്രിലിനായിരിക്കും താങ്കളുടെ മനസ്സ് ടാഗ് ചെയ്ത് വെച്ചേക്കുക, ശരിയല്ലേ? പക്ഷെ നമ്മളുടെ മലയാളികൾക്കൊരു നല്ല ഗുണമുണ്ട്. നമ്മളെപ്പോഴും എന്ത് പറയും? മേടമാസത്തിലെ അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ശീലമാണ്. ചെറുപ്പം മുതൽക്കേ അമ്മ മുത്തശ്ശി പറഞ്ഞ് നമ്മുടെ തലയ്ക്കകത്ത് കയറി അത് ഫോളോ ചെയ്യുന്നു. അതാണ് കറക്റ്റ്. എന്തുകൊണ്ട് എന്ന് പറയാം. ഞാനിപ്പോൾ 29 ഫെബ്രുവരിക്ക് ജനിച്ചു എന്നിരിക്കട്ടെ, അടുത്ത വർഷം എന്ത് ചെയ്യും? ഡിസ്ക്രിമിനേഷൻ ആണോ? അപ്പോൾ കാലണ്ടർ റോങ് ആണ്, ആരും ചോദിക്കുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണ്. പക്ഷേ ഈ കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രം ഇല്ലെങ്കിൽ ഭരണി നക്ഷത്രം, ഏത് നക്ഷത്രമായാലും അത് വന്നിരിക്കും, ശരിയല്ലേ? ശരി. ഇതെന്തിൻ്റെ ബേസിസിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ബേസിസിലാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സുള്ളവർക്കല്ലേ, നിങ്ങൾക്കല്ലേ മനസ്സിലാവുള്ളൂ നമ്മളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ചന്ദ്രനും ഭൂമിയും കൂടി സൂര്യനെ ഒരു വട്ടം ചുറ്റി ചന്ദ്രൻ അതേ പൊസിഷനിൽ വരുമ്പോഴാണ്, ആ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്നത്. ഇതിന് ഒരു ലോജിക് ഉണ്ട്, അല്ലാതെ ഒരു ഗ്രിഗറി കാലണ്ടറിൽ ഒരു, പക്ഷേ ഇന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ട്രെൻഡായി. നമുക്കൊരു ബേസ് വേണം, അതാണ് ഇതിൻ്റെ യുക്തി. അത് കേരളത്തിൽ പക്ക അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇനിയുള്ള തലമുറയ്ക്കും ആ ലോജിക് ഒന്ന് മനസ്സിലാക്കി താങ്കളോട് എനിക്ക് ഇനി ഒരുപാട് സംവദിക്കാനുണ്ട്. ഇനി ഷൂട്ടിന് വരുമ്പോൾ എനിക്ക് ഒരുപാട് സംസാരിക്കണം, ഒരുപാട് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ കുറെ കാര്യങ്ങൾ കുറെ സംശയങ്ങളുണ്ട്. അവൈലബിൾ ഹിയർ മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അല്ലേ ഞങ്ങളോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരാളാണ്. വളരെയധികം നന്ദി ശർമാജി. എന്തായാലും ശർമാജിക്കും അതുപോലെ ശർമാജിയുടെ കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. തീർച്ചയായിട്ടും. വിഷു ഫലത്തിലൂടെ അല്ലേ, ഇന്നത്തെ വിഷുഫലം പറഞ്ഞ് പലർക്കും പ്രതീക്ഷകൾ നൽകി അല്ലേ, പലർക്കും സന്തോഷം, ശർമാജിയുടെ വാക്കുകൾ കേട്ട് സന്തോഷം ഉണ്ടായി, നമുക്കൊരുപാട് പോസിറ്റിവിറ്റി ഉണ്ടായി കിട്ടി. യെസ്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? അപ്പോൾ അങ്ങനെ 2 മണിക്കൂർ നീണ്ട എല്ലാ പ്രേക്ഷകർക്കും സന്തോഷപ്രദമായിട്ടുള്ള അതുപോലെ ഐശ്വര്യപൂർണമായിട്ടുള്ള ദിനങ്ങൾ ഉണ്ടാവട്ടെ. അശ്വതിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അത് അല്ലേ ഒരു നിമിത്തം എന്നോണം ഇവിടെ ശർമാജി അത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അശ്വതിക്ക് ഇൻ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ലത് മാത്രം ചിന്തിക്കുക അല്ലെ, നല്ല കാര്യങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക. ഓക്കെ, നന്മ കൊണ്ട് നടക്കുക. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയംഗമമായിട്ടുള്ള വിഷു ആശംസകൾ.